എല്ലാവർക്കും നമസ്തേ. സുനിതയാണ്. ഇന്ന് വൃശ്ചികം രാശിയിലെ 2.15 നക്ഷത്രക്കാർക്ക് 2025 വ്യാഴമാറ്റം എങ്ങനെയൊക്കെയാണ് അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. വൃശ്ചികം രാശിയിലെ 2.15 നക്ഷത്രം വിശാഖത്തിന്റെ അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രം അടങ്ങിയതാണ്. വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴം മെയ് 14 മുതൽ 7-ാം ഭാവം 2025 മെയ് 14 മുതൽ വ്യാഴം ഏഴാം ഭാവം വിട്ട് അഷ്ടമരാശിയിലോട്ടാണ് സഞ്ചരിക്കുന്നത്. വ്യാഴത്തിന്റെ അഷ്ടമസ്ഥിതി അനിഷ്ടഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ചില ദോഷഫലങ്ങളൊക്കെ ഉണ്ട് താനും. എന്നാലും ചില പ്രൊഫഷണൽസിന് ഈ കാലഘട്ടം അനുകൂലമാണ്. റിസർച്ച്, ടാക്സ്, ഇൻഷുറൻസ്, അഡ്വക്കേറ്റ്സ്, എയർപോർട്ട് ജോബ്സ്, ആസ്ട്രോളജി, ആസ്ട്രോണമി, ആസ്ട്രോഫിസിക്സ്, നിഗൂഢശാസ്ത്രം, ജയിലിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികൾ, ഓയിൽ ആൻഡ് ഗ്യാസ്, പട്ടാളം, പോലീസ്, ഹൈ സെക്യൂരിറ്റി ഏരിയ, ഈ വിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. അല്ലെങ്കിൽ ഈ വിധ മേഖലയിൽ ജോലി കിട്ടാനും അനുകൂലമാണെന്ന് പറയാൻ പറ്റും. മാനസിക ക്ലേശങ്ങൾ, തെറ്റിദ്ധാരണകൾ, അപ്രതീക്ഷിതമായ വെല്ലുവിളികൾ, ഉത്കണ്ഠ, ഇതൊക്കെ ഉണ്ടാവാം. കൂട്ടുകുടുംബത്തിലൊക്കെ താമസിക്കുന്ന വ്യക്തികൾ വീട് വെച്ച് മാറി താമസിക്കാനൊക്കെയുള്ള യോഗം ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ദൂരദേശത്ത് ജോലി കിട്ടുന്നത് കൊണ്ട് മാറി താമസിക്കാനും ഇടയാകും. ജോലിയിൽ വെല്ലുവിളികൾ ഉണ്ടാകാം. ധാരാളം നിബന്ധനയുള്ള ജോലിയിൽ പ്രവേശിക്കാം. മാക്സിമം നിലവിലെ ജോലി റിസൈൻ ചെയ്യാതെ ശ്രദ്ധിക്കണം. ജോബ് സെക്യൂർ ആണെങ്കിൽ സാലറി റിവിഷൻ ഉണ്ടാകുന്നില്ല എന്നുള്ള പേരിൽ ഒരിക്കലും ഈ സമയത്ത് ജോലി റിസൈൻ ചെയ്യരുത്. അത് കുറേയധികം റിസ്ക് ഉണ്ട്. അനാവശ്യമായിട്ട് നമ്മൾ ഒരു സ്ട്രെസ്സിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ടെർമിനേഷൻ ആകുന്ന വ്യക്തികൾ കുറച്ച് സമയം നമ്മൾ ക്ഷമയോടെ ശ്രമിക്കണം എന്നേ ഉള്ളൂ, ജോലി കിട്ടും. അനാവശ്യമായിട്ടുള്ള സ്ട്രെസ് നമുക്ക് നിലവിൽ സെക്യൂർ ആയിട്ടുള്ളൊരു ജോലിയിൽ ഇരിക്കുന്ന ആളെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഒന്നിയിൽ നെക്സ്റ്റ് ഇയർ 2026 പകുതിക്ക് ശേഷം റിസൈൻ ചെയ്ത്, അങ്ങനെ റിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അടുത്ത വർഷം പകുതിക്ക് ശേഷം റിസൈൻ ചെയ്യാം. അപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഈ സമയത്ത് ആ റിസ്ക് എടുക്കാനായിട്ട് പോകരുത്. താൽക്കാലിക ജീവനക്കാര്, കരാർ അടിസ്ഥാനത്തിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികൾ, ഇവർക്കൊക്കെയും ജോലിയിൽ താൽക്കാലികമായ ചില വെല്ലുവിളികൾ ഉണ്ടാവുകയും ചെയ്യും. വിവാഹത്തിന് അനുകൂലമായ കാലഘട്ടമല്ല. വിവാഹിതരായ വ്യക്തികൾ പരസ്പരം ധാരണയും സ്നേഹവും നിലനിർത്തണം. ഇല്ലോസ് തമ്മിൽ ഹെൽത്തി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. തടസ്സങ്ങൾ ഉണ്ടാവാം. സർവേശ്വരകാരകനായ വ്യാഴം അനിഷ്ടഭാവമായ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഈശ്വരാധീനവും ഭാഗ്യവും കുറച്ച് കുറവാണ് ഈ സമയത്ത്. ഭക്തിയും വിനയവും ഉണ്ടാവണം. വിഷ്ണു സഹസ്രനാമം അർത്ഥസഹിതം മനസ്സിലാക്കി പാരായണം ചെയ്യണം. ഗ്രീൻ താരാമന്ത്രം കേൾക്കുന്നതും ജപിക്കുന്നതും നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദോഷങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടും. പ്രാർത്ഥനയിലൂടെ പ്രതിബന്ധങ്ങളെ മാറ്റിയെടുക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഡെവലപ്പ് ആവുകയും ചെയ്യും എന്നുള്ളതാണ്. ക്രിസ്ത്യൻസ് ആണെങ്കിൽ ബൈബിൾ നന്നായിട്ട് വായിക്കുക, മാതാവിനെ പ്രാർത്ഥിക്കുകയും വേണം. നിങ്ങളുടെ മതവിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ഭക്തി ഒരു ശീലമാക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം. അതായത് പൊതുവിൽ വൃശ്ചികം രാശിക്കാർക്ക് ചന്ദ്രൻ നീചനാണ്. അത് ഈ കാലഘട്ടത്തിലല്ല, എല്ലാ കാലഘട്ടത്തിലും വൃശ്ചികം രാശി ചന്ദ്രൻ നീചനായ ഒരു രാശിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പുറമേ കാണിക്കുന്ന ധൈര്യമൊന്നും ഉള്ളിലില്ലാത്ത ആൾക്കാരാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് അവർക്കുണ്ട്. മൂൺ ഷേപ്സ് യുവർ മൂഡ്സ് ആൻഡ് ഇമോഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ മൂഡ്സ് ആൻഡ് ഇമോഷൻസിന് ചില മൂഡ് സ്വിങ്സും ഉണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദുർഗയെ പ്രാർത്ഥിക്കുന്നത്, താരാമന്ത്രങ്ങൾ കേൾക്കുന്നത്, ക്രിസ്ത്യൻസ് ആണെങ്കിൽ മാതാവിനെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. മടി അലസത ഉണ്ടാകരുത്. തടസ്സങ്ങൾ വരുമ്പോൾ മനസ്സ് തളരരുത്. ജോലിക്ക് ശ്രമിക്കുന്നവർ ക്ഷമയും സ്ഥിരോത്സാഹവും ഉണ്ടാവണം. തടസ്സങ്ങളിൽ ഫോക്കസ് ചെയ്യരുത്. നമ്മൾ സ്ഥിരോത്സാഹത്തോടെ ലക്ഷ്യത്തിലോട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. പാരമ്പര്യ സ്വത്ത്, പാർട്ട്ണർഷിപ്പ്, ആക്സിഡന്റ് ക്ലെയിം, ഇതൊക്കെ ബന്ധപ്പെട്ട് കേസ് നിലവിലുണ്ടെങ്കിൽ ഒക്ടോബർ മാസത്തിന് ശേഷം ഇതൊക്കെ അനുകൂലമായിട്ട് വരികയും ചെയ്യും. പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട്, ക്രിമിനൽ കേസ്, ഇതൊക്കെ നിലവിലുള്ള വ്യക്തികൾ ഔട്ട് കോർട്ട് സെറ്റിൽമെന്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഉദരം, കാൽപാദങ്ങൾ, ചെസ്റ്റ് ഏരിയ, ഈ ഭാഗങ്ങളിൽ രോഗപീഠകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അലർജിക് ഇഷ്യൂസ് ഉള്ളവർ കൃത്യമായ ഇടവേളകളിൽ സ്പെഷ്യലിസ്റ്റ് അഡ്വൈസ് എടുക്കുകയും വേണം. അലർജിയുടെ ഭാഗമായി ലങ്സിലൊക്കെ ഫ്ലൂയിഡ് കെട്ടുന്ന ആൾക്കാർ കൃത്യമായ ഒരു ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്തു പോകണം ഈ സമയത്ത്. അധിക ചിലവുകൾ ഉണ്ടാവാം. ബിസിനസ്സിൽ കടം അധികം കൊടുക്കാതെ ശ്രദ്ധിക്കണം. ക്യാഷ് ബ്ലോക്ക് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യ കാര്യങ്ങൾക്കായും ധനം ചെലവഴിക്കേണ്ടിയായിട്ട് വരും. കോൺട്രാക്ട് വർക്കൊക്കെ എടുക്കുന്ന ആൾക്കാർ വർക്ക് കോട്ട് ചെയ്യുമ്പോൾ നല്ല പ്രോഫിറ്റ് മാർജിനും റിസ്ക്കും ഒക്കെ ഇടാനായിട്ട് വളരെ ശ്രദ്ധിക്കണം. വ്യാഴം ധനഭാവത്തിലും നഷ്ടഭാവത്തിലും വീക്ഷിക്കുന്നത് കൊണ്ട്
ഒരു പക്ഷേ നഷ്ടത്തിലോട്ടും ഇത് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ലാഭവും നഷ്ടവും ഇല്ലാതെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടിയായിട്ട് വരും. TPA ഇൻസ്പെക്ഷൻ ഒക്കെ ഉള്ള വർക്കാണെങ്കിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യും. നമ്മൾ വളരെ ലോ ആയിട്ട് കോട്ട് ചെയ്തിട്ട് ക്വാളിറ്റിയിലൊക്കെ കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ TPA ഇൻസ്പെക്ഷനും ഉണ്ട് എങ്കിൽ ക്യാഷ് ബ്ലോക്ക് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രോഫിറ്റ് മാർജിനും റിസ്ക്കും ഇട്ട് തന്നെ കോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. രണ്ടാം ഭാവാധിപതി രണ്ടാം ഭാവത്തെ വീക്ഷിക്കുന്നതിനാൽ വരുമാന സ്രോതസ്സുകളും സമ്പാദ്യവും ഉണ്ടാവും. എന്നാൽ 12ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്വാധീനം അനാവശ്യ ചെലവുകളും അനാവശ്യ ചെലവുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ പ്ലാനിങ് നമുക്ക് ഉണ്ടാവണം. ഈ സമയത്ത് അത്യാവശ്യമായ ഒരു വിഷയമാണ്. വിദേശത്തോ ദൂരദേശത്തോ പഠനത്തിനായി പോകുമ്പോൾ ഒരു സ്ട്രിക്റ്റ് അക്കാദമിക് ഡിസിപ്ലിനറി അറ്റ്മോസ്ഫിയറും അറ്റൻഡൻസ് പോളിസീസ് ഒക്കെ ഉള്ള സ്ഥാപനങ്ങൾ പഠിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കേൾക്കുമ്പോൾ വളരെ നല്ലതായിട്ടൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ആ കുട്ടിക്ക് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിൻ്റെതായ മാനസിക സമ്മർദ്ദം, ഒപ്പം അക്കാദമിക് സ്ട്രെസ് ഇതൊക്കെ ഉണ്ടാകാം. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് സ്ട്രെസ് മാനേജ്മെന്റും ടൈം മാനേജ്മെന്റും ഒക്കെ ഉണ്ടാവണം. നല്ല ഉറക്കം, വ്യായാമം ഉണ്ടാവണം. അന്നുള്ള വിഷയങ്ങൾ അന്നന്ന് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കണം. പൊതുവെ തന്നെ സ്ട്രെസ് ഉള്ള ഒരു കാലഘട്ടമാണ്, അതിനുള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടം. നമ്മളായിട്ടും കൂടെ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ. പെൻഡിങ് വെച്ച് പഠിക്കരുത് ഒരിക്കലും. 4, 5, 8 ഭാവങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ജോലി തിരക്ക് കാരണം കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളും ഉണ്ടാവാം. കാരണം എന്തുകൊണ്ടാണ്? വ്യാഴം എന്ന് പറയുന്നത് സന്താന കാരകനും കൂടെ അല്ലേ, അതുകൊണ്ടാണ് അത് അഷ്ടമരാശിയിലും കൂടെ ആയതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം. കുട്ടികളെ വിട്ടു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ഒരു പക്ഷേ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ ചിലപ്പോൾ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കുട്ടികളെ നാട്ടിലോട്ട് ആക്കാനൊക്കെയുള്ള സാധ്യത ഉണ്ടാവാം. പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് മാനസിക പിരിമുറുക്കം ഉണ്ടാവാം. ഇതൊക്കെ താൽക്കാലികമായ പ്രശ്നങ്ങളാണ്, സ്ഥിരമായ പ്രശ്നങ്ങളൊന്നും അല്ല ഇതൊന്നും. ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ കുറച്ചൊരു ഉത്കണ്ഠ ഉണ്ടാവും ഈ സമയത്ത്. എങ്കിലും ചുരുങ്ങിയ ഒരു കാലയളവിനുള്ളിൽ ഇത് പരിഹരിക്കപ്പെടുകയും ചെയ്യും ഈ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷേ വിൽക്കാനായിട്ട് 2026 പകുതിക്ക് ശേഷമാണ് അനുകൂലം. സ്ഥലം വാങ്ങുമ്പോൾ പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യണം. ലീഗൽ ഒപ്പീനിയൻ, എക്സ്പെർട്ട് ലീഗൽ ഒപ്പീനിയൻ എടുക്കുകയും വേണം. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, ചിട്ടി ഇതൊക്കെ കിട്ടാനുള്ള യോഗമുണ്ട്. പക്ഷേ ചിലവുകൾ കൂടുതലായതുകൊണ്ട് ആ എമൗണ്ട് ഒരു വർഷം കൂടെ ഹോൾഡ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വീടൊക്കെ വെക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് നല്ലതാണ്. കാരണം വീട് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അധിക ചിലവുകളായിട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വർക്ക് കംപ്ലീറ്റ് കോൺട്രാക്റ്റ് ഒക്കെ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ വീട് വെക്കുന്നതൊക്കെ കംപ്ലീറ്റ് കോൺട്രാക്ട് വർക്കാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ക്വാളിറ്റി നമ്മൾ ശ്രദ്ധിക്കുകയും വേണം ഈ സമയത്ത്. മതപഠനം, വേദപഠനം, മന്ത്രപഠനം, റിസർച്ച്, ഷെയർ ട്രേഡിംഗ് ഇതൊക്കെ പഠിക്കാനും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നടത്താനും ഒക്കെ അനുകൂലമാണ്. ആത്മീയതയിൽ താല്പര്യം വർദ്ധിക്കുന്നതായ ഒരു സമയമാണ്. നിയമങ്ങളോ ചട്ടങ്ങളോ ലംഘിച്ച് മണ്ണ്, പാറ അനധികൃതമായി കുഴിക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യരുത് ഈ സമയത്ത്. ഈ സമയത്ത് ഒരുപാട് നിയമക്കുരുക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്രതീക്ഷിതമായ ധനവരവുണ്ടാകും, അപ്രതീക്ഷിത ചിലവുകളും ഉണ്ടാവും. പ്രത്യേകിച്ച് ആരോഗ്യകാര്യങ്ങൾക്കായി ധനം ചിലവഴിക്കേണ്ടിയായിട്ട് വരാം. കുടുംബത്തിൽ അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത്. ക്ഷമയും പരസ്പര ധാരണയും കുടുംബത്തിൽ ആവശ്യമാണ് ഈ സമയത്ത്. വ്യാഴത്തിന്റെ അഷ്ടമസ്ഥിതി ഗുണദോഷ സമ്മിശ്രമാണ്. ഈ കാലഘട്ടത്തിൽ ബന്ധങ്ങളിലെ ആഴം നമുക്ക് മനസ്സിലാക്കാനും കൂടെ ഉള്ളൊരു കാലഘട്ടമാണ്. ആത്മാർത്ഥതയുള്ള ബന്ധങ്ങളുടെ ആഴം വർദ്ധിക്കും. കുറച്ച് കുറഞ്ഞ ബന്ധങ്ങളിൽ ചില വിള്ളലുകളും ഉണ്ടാവാം. ആത്മീയതയിൽ താല്പര്യം വർദ്ധിക്കും. ഒറ്റപ്പെടൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് വന്നേക്കാം. ജോലി സംബന്ധമായി മാറി നിൽക്കേണ്ടിയായിട്ടും ഒക്കെ വരാം. 5ാം ഭാവാധിപതിയായ ഗ്രഹം അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ചില സാഹചര്യങ്ങൾ കൊണ്ടോ മറ്റൊരാളുടെ മനോഭാവം കൊണ്ടോ നമ്മളെ തളർത്തി എന്നൊക്കെ ഇരിക്കാം. എന്നാൽ നമ്മൾ അതിൽ തളർന്നു പോകുന്നുണ്ടെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? അവർ നമ്മളെ അംഗീകരിക്കാത്തത് കൊണ്ടാണോ നമ്മൾ തളർന്നു പോകുന്നത്? ഒരിക്കലും അല്ല. നമ്മൾ തന്നെ നമ്മളെ പൂർണ്ണമായി അംഗീകരിക്കാൻ ഇതുവരെ പരിശീലിക്കാത്തത് കൊണ്ടാണെന്ന് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കിക്കൊള്ളണം. ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് മറ്റുള്ളവരുടെ അംഗീകാരമാണോ? ഒരിക്കലും അല്ല. നമ്മുടെ സ്വന്തം സ്നേഹവും അംഗീകാരമാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അത് നിലനിർത്താൻ ഈ സമയത്ത് നമ്മൾ ശ്രമിക്കണം. മറ്റുള്ളവരിൽ നിന്ന് അത് ലഭിച്ചാൽ എന്ത് ചെയ്യണം? നന്ദിയോടെ സ്വീകരിക്കുക, താങ്ക്സ് പറഞ്ഞ് സ്വീകരിക്കുക. അത് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ തളരാതെ സ്വന്തം മൂല്യത്തെ സ്വയം ഓർത്ത് ഉയരാനായിട്ട് നമ്മൾ ഈ സമയത്ത് ശ്രമിക്കണം. ഈ സമയത്ത് ഇങ്ങനെ വേണം ഒരു ചിന്തിച്ചു പോകാൻ, അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും എന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. ഇനിയും കാണാം. ബൈ.